ഇവിടെ മഹാദേവനില്ലെങ്കിൽ ഈ യജ്ഞവുമില്ല. തീരുമാനം അങ്ങയുടേതാണ്. ഈ യജ്ഞത്തിന് ശേഷം ഈ നിയമവും മാറുന്നതാണ്. ഓരോ യജ്ഞവും ശിവനില്ലാതെ തന്നെയാവും നടക്കുക. മാത്രമല്ല, ത്രിദേവന്മാർ എന്നത് കേവലം 2 പേർ മാത്രമായി തീരും. നാരായണനും പിന്നെ ബ്രഹ്മദേവനും. ദക്ഷ, അങ്ങനെ ചിന്തിക്കുവാൻ പോലും പാടില്ല. ഞങ്ങൾ ത്രിദേവന്മാർ പരസ്പരം വേർപെടുത്താനാവാത്ത ഭാഗങ്ങളാണ്. അങ്ങയുടെ ശ്രമത്തിലൂടെ ഞങ്ങളെ വേർപെടുത്താനാവുകയില്ല. നമുക്കറിയാം ആ കാപാലികനോട് അങ്ങയുടെ മനസ്സിൽ മൃദുല വികാരമാണെന്ന്. എന്തുകൊണ്ട് സാധിക്കില്ല? അവൻ അങ്ങയ്ക്ക് അപകടവും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങയെ ഒരിക്കലും അപമാനിച്ചിട്ടുമില്ല. അവന്റെ ദുർചിന്തകൾക്ക് ഇരയായത് നാം മാത്രമാണ്. നമ്മുടെ പിതാശ്രീയുടെ ശിരസ് ഛേദിച്ചു അവൻ. നമ്മുടെ പുത്രിയുടെ സ്വയംവരത്തിൽ വന്ന് അവന്റെ മായയാൽ വരണമാല്യം ധരിച്ചു അവൻ. അന്യായം നിറഞ്ഞ പ്രവൃത്തിയാണുണ്ടായത്. അപ്പോൾ നിങ്ങളിൽ ഒരാൾ പോലും അവനോട് പറഞ്ഞില്ല, ഒരു പിതാവിന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി, ഒരു പ്രജാപതിയുടെ മാന്യതയ്ക്ക് വിപരീതമായി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന്. ശിവൻ ഒരു മായയും പ്രവർത്തിച്ചിട്ടില്ല പിതാശ്രീ. അത് നമ്മുടെ ഇച്ഛയായിരുന്നു. സ്വയംവരത്തിന് മുൻപ് തന്നെ നാം അദ്ദേഹത്തെ പതിയായി സ്വീകരിച്ചിരുന്നു. നാം അപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം സ്വയംവരത്തിന് വന്നത്, അല്ലാതെ ക്ഷണിക്കാതെയും സ്വന്തം ഇഷ്ടപ്രകാരവുമല്ല. ഇത് അസത്യമാണ്. സത്യം ശരിക്കും ഇതാണ്. അവൻ നിന്നെ നമ്മിൽ നിന്നും തട്ടിയെടുത്തു. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മോടവൻ പ്രതികാരം ചെയ്തിരിക്കുകയാണ്. നമ്മെ കേവലം ദുർബലനും നിസ്സഹായനുമായി ചിത്രീകരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ആ പ്രവൃത്തിക്ക് നമുക്ക് അവനോടൊരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല. വിനാശകാലേ വിപരീത ബുദ്ധി. ദക്ഷ, നീ സ്വയം നിന്റെ വിനാശത്തിന് കാരണമായി തീരുകയാണ്. ഓർമ്മയിരിക്കട്ടെ, ശിവദ്രോഹിയായി മാറിയാൽ നിനക്കൊരിക്കലും നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല, ശിവന്റെ കോപാഗ്നി നിന്റെ സർവനാശത്തിന് കാരണമായി തീരും. പിതാശ്രീ, നമ്മുടെ നാശം സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. പക്ഷേ നാം അങ്ങയ്ക്കുണ്ടായ അപമാനം സഹിക്കുന്നതല്ല, നമുക്കുണ്ടായ അപമാനവും മറക്കുന്നതല്ല. നാം ഒരിക്കലും ശിവന്റെ മുന്നിൽ വണങ്ങുന്നതല്ല, ഒരിക്കലും വണങ്ങുന്നതല്ല. ഒരിക്കലും നാം അവനെ ആദരിക്കുന്നതുമല്ല, ഒരിക്കലും നാം അവനെ ക്ഷണിക്കുന്നതുമല്ല. അങ്ങ് ഈശ്വരനെ നിന്ദിച്ചിരിക്കുന്നു, അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു, അഹങ്കാരത്താൽ അന്ധനായി തീർന്നിരിക്കുന്നു. ഇത്തരമൊരു സ്ഥാനത്ത് നിൽക്കുന്നത് പാപം ചെയ്യുന്നതിന് തുല്യമാണ്. അതിനാൽ നാം അങ്ങയുടെ സഭ ഉപേക്ഷിച്ചു പോവുകയാണ് ദക്ഷ. അങ്ങൊരു പക്ഷേ മറന്നുപോയിട്ടുണ്ടാകും നാരായണ. അങ്ങ് നമ്മെ സംരക്ഷിക്കുമെന്ന് വാക്ക് നൽകിയതാണ്. നാം അങ്ങയുടെ യജ്ഞം സംരക്ഷിക്കുമെന്നാണ് വാക്ക് നൽകിയത് ദക്ഷ. യജ്ഞം ഉപേക്ഷിച്ച് അങ്ങേക്ക് പോകാനാകുന്നതല്ല. നാം യജ്ഞം ഉപേക്ഷിച്ചല്ല പോകുന്നത് ദക്ഷ. ശിവനും ആദിശക്തിക്കും അപമാനമുണ്ടായ സ്ഥാനം ഉപേക്ഷിച്ചാണ് പോകുന്നത്. അവരെ അപമാനിക്കുന്നതിന് സാക്ഷിയാകാനല്ല നാം ഇവിടെ വന്നത്. യജ്ഞത്തിന് മേൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ നാം നമ്മുടെ വാക്ക് തീർച്ചയായും പാലിക്കുന്നതാണ്. നാരായണന്റെ പരിശ്രമത്തിന് ശേഷവും
പ്രജാപതി ദക്ഷൻ തന്റെ അഹങ്കാരത്താൽ ശിവനെ അപമാനിക്കുന്നത് തുടർന്നു. തന്റെ പിതാവിന്റെ ഈ അഹങ്കാരം കണ്ടതിനു ശേഷം സതി എന്താണ് ചെയ്തത്? സതിയുടെ കഠിനമായ പരിശ്രമത്തിന് ശേഷവും പ്രജാപതി ദക്ഷൻ മനസ്സിലാക്കിയില്ല. അവസാനം സതി ആ തീരുമാനം സ്വീകരിച്ചു. ആ തീരുമാനത്താൽ ഇന്നും പ്രപഞ്ചത്തിന് ശിവന്റെയും സതിയുടെയും കഥ മറക്കുവാൻ സാധിച്ചിട്ടില്ല. എങ്ങനെയുള്ള തീരുമാനം മിത്രമേ? എവിടെയാണോ ശിവനില്ലാത്തത്, നാരായണനില്ലാത്തത്, അവിടെ നാമം ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ പോകുന്നതിന് മുൻപ് നാം ഒരു കാര്യം പറയുകയാണ്. പുത്ര ദക്ഷ, നിന്റെ അവസാനം അടുത്തിരിക്കുകയാണ്. പിതാശ്രീ, നാരായണ നാരായണ, അങ്ങയുടെ യജ്ഞം ബഹിഷ്കരിച്ചുകൊണ്ട് നാരായണനും പിതാശ്രീ ബ്രഹ്മദേവനും പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യുക സഹോദര? സ്വന്തം പുത്രി തന്നെ ശത്രുവായി കഴിഞ്ഞു. പിന്നെ മറ്റെന്ത് സംഭവിക്കാനാണ് ദേവർഷി? നീ വെറുമൊരു മരീചികയാണ്. നമ്മുടെ സകല സന്താനങ്ങളിലും വെച്ച് നിന്റെ ജനനത്തിൽ വളരെ പ്രസന്നനായിരുന്നു നാം. പക്ഷെ ഇപ്പോൾ തോന്നുന്നു നീയാണ് നമ്മുടെ ദുഃഖങ്ങളുടെ ഏറ്റവും വലിയ കാരണമെന്ന്. നീ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എല്ലാം നന്നാകുമായിരുന്നു. അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ നിന്നെ അവിടുത്തെ വാക്കുകൾ പൂർത്തിയാക്കിയാലും പിതാശ്രീ. നാം അരുതെന്ന് പറഞ്ഞതിന് ശേഷവും നീ നമ്മെ ഉപേക്ഷിച്ച് ശിവന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോയ ക്ഷണത്തിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്റെ മൃത്യു സംഭവിച്ചിരുന്നു. പിന്നെ വേറും ഒരു ആത്മാവായി എന്തിനാണ് ഇവിടേക്ക് വന്നത്? എന്തുദ്ദേശത്തിലാണ് വന്നത്? നാം പറയട്ടെ, നീ എന്തിനാണ് വന്നതെന്ന്. നമ്മുടെ യജ്ഞത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ശിവന്റെ ഇച്ഛ പൂർത്തിയാക്കാൻ വന്നതാണ് നീ. ഇപ്പോൾ നോക്കൂ, നീ ശിവന്റെ ഇച്ഛ പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മുടെ ആരാധ്യൻ നാരായണനും പിതാശ്രീ ബ്രഹ്മദേവനും ഇവിടെ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിന്റെ ഉദ്ദേശം പൂർത്തിയായി കഴിഞ്ഞുവല്ലോ. ഇനി ഇവിടെ നിന്നും പുറത്തു പോകൂ. പക്ഷെ ഇനി പോകണമെങ്കിൽ തന്നെ നാം എങ്ങനെയാണ് പോവുക പിതാശ്രീ? നാം എന്താണ് പറയുക ശിവനോട്? നാം എങ്ങനെയാണ് അദ്ദേഹത്തെ സമീപിക്കുക? സ്വന്തം ഭവനത്തിൽ ഇത്രയേറെ അപമാനിതയായിട്ടും അതെങ്ങനെ സഹിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് എന്തുത്തരം നാം പറയും? ഇല്ല പിതാശ്രീ, ഇല്ല. ഇനി നമുക്ക് ശരീരത്തോടു കൂടി ശിവന്റെ സമക്ഷം പോകാൻ സാധിക്കുന്നതല്ല. ശിവന്റെ അപമാനം ദർശിക്കേണ്ടി വന്ന സതിക്കിനി അവസാനിച്ചേ മതിയാകൂ. പിതാശ്രീ, ഇന്ന് വരെ നാം അങ്ങേക്ക് മാനസികമായി മൃത്യു സംഭവിച്ചവളായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ശാരീരികമായ ശരിക്കുള്ള മൃത്യു സംഭവിക്കാൻ പോവുകയാണ്. നാം ഇന്നിവിടെ ഈ നിമിഷത്തിൽ അഗ്നിക്കിരയാകുന്നതാണ് ഇതേ യജ്ഞസ്ഥലത്ത്. നിൽക്കൂ നന്ദി. നാം ശിവന്റെ നാമത്തിൽ തടയുന്നു.
നമ്മുടെ സമീപത്തേക്ക് വരരുത്. അവിടുന്ന് ഇങ്ങനൊരു അനർത്ഥം ചെയ്യരുത് മാതേ. ഒരിക്കലും ചെയ്യരുത് മാതേ. കൈലാസത്തിലേക്ക് തിരികെ വന്നാലും ഒരുപക്ഷെ നമുക്കാണ് അപമാനം സംഭവിച്ചതെങ്കിൽ നാം സഹിക്കുമായിരുന്നു. പക്ഷെ ഒരു സ്ത്രീയുടെ സമക്ഷത്തിൽ അവളുടെ പതിക്ക് അപമാനം സംഭവിക്കുന്നത് വളരെ ദുഃഖകരമാണ്. അത് നമുക്ക് സഹിക്കാനാവുന്നതല്ല. മാത്രമല്ല, നാം ഇനി എന്ത് ചെയ്താലും നമുക്ക് ഈ ജന്മം ദക്ഷന്റെ പുത്രി ദാക്ഷായണിയായി അറിയപ്പെടേണ്ടി വരും. ശിവനേറ്റ അപമാനം സഹിച്ചവളായി അറിയും. ഇനിയും നാം ജീവിച്ചിരുന്നാൽ നമ്മുടെ ജീവിതം ഒരു വിവാഹിതയുടെ മാന്യതയ്ക്ക് വിരുദ്ധമായി തീരും. അതിനാൽ ഈ ശരീരം ഉപേക്ഷിക്കുന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം. അരുത്. ഇരുന്നാലും നാം യജ്ഞത്തിനായാണ് ഇരിക്കുന്നത്. യജ്ഞം പൂർത്തിയാകുന്നതുവരെ ഈ സ്ഥാനത്ത് നിന്നും എഴുന്നേൽക്കാൻ പാടില്ല. സ്വാമി, അരുത് മാതേ, അരുത്. ഇത്തരമൊരു അനാവശ്യ നടപടി അവിടുന്ന് കൈക്കൊള്ളരുത്. മഹാദേവൻ തടഞ്ഞതിന് ശേഷവും നാം ഇവിടേക്ക് വന്നതാണ് അനാവശ്യമായി പോയത് ദേവർഷി. ഇപ്പോൾ നാം ചെയ്യാൻ പോകുന്നത് ആവശ്യമുള്ള കാര്യമാണ്. അതാണ് ആവശ്യമായിട്ടുള്ളത്. അഗ്നിദേവ പ്രത്യക്ഷനായാലും ജ്വലിച്ചുകൊണ്ട് ഭസ്മമാക്കിയാലും നമ്മെ അഗ്നിദേവ, അങ്ങ് കേൾക്കുന്നില്ലേ? നാം അങ്ങേ ഇവിടേക്ക് വിളിക്കുകയാണ്. അവിടുത്തെ ശക്തിയാലും സ്വരൂപത്താലും നമ്മെ ഭസ്മമാക്കിയാലും, അല്ലെങ്കിൽ നമ്മുടെ ശാപത്തിനായി തയ്യാറായിക്കൊള്ളൂ. നമ്മോട് ക്ഷമിച്ചാലും മാതേ, നമുക്ക് അവിടുത്തെ ആജ്ഞ പാലിക്കാൻ സാധിക്കില്ല. നമുക്ക് അത്രയധികം ശക്തിയൊന്നുമില്ല ആദിശക്തിയെ ഭസ്മമാക്കുന്നതിനായി. അഗ്നിയില്ലെങ്കിൽ യോഗാഗ്നിയാൽ. ശിവൻ നമുക്ക് കാണിച്ചു തന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള ആദിശക്തിയുടെ മഹാശക്തികളെ. സതി, നമ്മുടെ ഹൃദയത്തിന്റെ സ്വാമിനി എന്നതിലുപരി ദേവിക്ക് മറ്റൊരു രൂപം കൂടിയുണ്ട്, ആദിശക്തിയുടെ സ്വരൂപം. ശിവന്റെ നാമത്തിൽ നാം ആവശ്യപ്പെടുന്നു, നമ്മുടെ ഉള്ളിലുള്ള യോഗാഗ്നി പ്രകടമാക്കിയാലും ശേഷം ഭസ്മമാക്കിയാലും ഈ ശരീരത്തെ.
നമ്മുടെ ഉള്ളിലുള്ള അഗ്നി തന്നെ നമ്മുടെ ചീത ഒരുക്കുന്നതാണ്. ഓം നമഃ ശിവായ. ദക്ഷ, സതിയെ അപമാനിച്ചതിലൂടെ നീ വലിയ അപരാധമാണ് ചെയ്തത്. ഈ അപരാധത്തിനുള്ള ശിക്ഷ നിനക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും ലഭിക്കുന്നതാണ്. അങ്ങയുടെ ജടയിൽ നിന്നും രൂപമെടുത്ത വീരഭദ്രന് ഉത്തരവ് നൽകിയാലും മഹാദേവ, എന്താണ് ചെയ്യേണ്ടത്? ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ഒരു ഉറുമ്പിനെ എന്നോണം ഇല്ലായ്മ ചെയ്യട്ടെ, അതോ എല്ലാ സമുദ്രത്തെയും വറ്റിക്കണം? ആജ്ഞ നൽകിയാലും മഹാദേവ, ആജ്ഞ നൽകിയാലും. വീരഭദ്ര, ബ്രഹ്മദേവന്റെ അഹങ്കാരിയായ പുത്രൻ നമ്മുടെ വാമാങ്കി സതിയുടെ അന്ത്യത്തിന് കാരണമായി തീർന്നു. പോകൂ, പോയി ആ യജ്ഞം നശിപ്പിച്ചു വരൂ. ദക്ഷന്റെ അഹങ്കാരവും നശിപ്പിക്കൂ. അവിടുത്തെ ഉത്തരവ് പോലെ മഹാദേവ. ആജ്ഞ പോലെ മഹാദേവ. മിത്രമേ, അവിടുത്തെ കണ്ണുകളിൽ അശ്രു. അറിയില്ല, നമുക്ക് ഈ കഥ സ്വന്തം വേദനയായി അനുഭവപ്പെടുകയാണ്. സതിയുടെ മൃത്യു നമ്മുടെ ആത്മാവിനെ പൊള്ളലേൽപ്പിച്ചു.
ഇങ്ങനെ ഒരു അനുഭവം എന്തുകൊണ്ടാണ് മിത്രമേ? കാരണം ഇത് അങ്ങയുടെ കഥ